നമ്മൾ ശരിക്കും അശ്വനീനെ കാണാൻ വന്നത് കേട്ടോ. പക്ഷെ അശ്വനി ഷോപ്പിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അശ്വനി കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു വരാൻ. സുരഭീൻ്റെ അടുത്ത് പിള്ളേർ രണ്ടിനെയും ആക്കി. തളിപ്പുറം എൻ്റെ നാടാണ്. ഞാൻ കുറേ കാലം നിന്ന് എൻ്റെ നാടാണ് തളിപ്പുറം. എത്ര കൊല്ലം ഉണ്ടായിരുന്നു. ജനിച്ചപ്പം തൊട്ട് എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ കല്യാണം എന്ന് പറയാൻ ഞാൻ തളിപ്പുറം തന്നെ ശരിക്കും. അത്രയും കാലം നിന്നിട്ടിപ്പം തളിപ്പറമ്പ് ഞാൻ പണ്ട് കണ്ണൂർ എനിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പം എനിക്ക് തളിപ്പറമ്പ്. ഞാൻ തളിപ്പറമ്പ് ഇറങ്ങിയിട്ട് തന്നെ കുറേ വർഷമായി. ഒരുപാട് വർഷം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയല്ല. ഇല്ല, തളിപ്പറമ്പിലേക്ക് ടൗണിലേക്ക് ഞാൻ ഇറങ്ങിയല്ലോ. ഉത്സവത്തിന് വരും പോകുന്നല്ലാണ്ട് ടൗണിലൊന്നും അങ്ങനെ വരാറില്ല. മറ്റേന്ന് വെച്ചാൽ പണ്ട് അപ്പം നമ്മൾ ടൗണിൽ തന്നെ. ഞാൻ പഠിച്ചത് നാഷണൽ കോളേജിലാണ്. അപ്പോൾ കോളേജിൽ നിന്ന് വരും, നേരെ അമ്മൻ്റെ ഷോപ്പിൽ പോകും, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അടിക്കും. ടൗണുമായിട്ടൊരു ഭയങ്കര കണക്ഷനായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ, വിഷമമുണ്ട് കുറച്ചല്ലോ. അങ്ങനെ നമ്മൾ അശ്വനീൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സുരഭീൻ്റെ ഷോപ്പിലേക്ക് പോകണം കേട്ടോ. സുരഭീൻ്റെ ഷോപ്പിലാണ് ഞാൻ കണ്ണൂരിനും ശിവനെയും രണ്ടിനെയും ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടത്തേക്ക് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ നോക്കിയേക്കാം. അപ്പോൾ സുരഭി കംപ്ലീറ്റ് അടിവിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് നമ്മളെ ഇവിടെ ഷോപ്പായിരുന്നേ. വേണ്ട, അവിടെ ആകുമ്പോൾ മിററും അത്രയേ ഉള്ളൂ. ബാക്കിയിലെടുക്കത് ഫുള്ള് തുണിയാകും. വേണ്ടടാ, നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് നോക്കുന്നില്ലേ വേണ്ട, എന്റെ സാധനം നിങ്ങൾ നോക്കുന്നതല്ലേ വേണ്ടത്. നീ അതില് നോക്കണ്ടി നടന്ന് ഓട്ടം കണ്ടിട്ട് ഇങ്ങനെ നോക്കിട്ട് അതില് നടന്ന് അഭിനയിച്ചെങ്ങും പള്ളിപ്പിക്കുന്നുണ്ട്. നീർത്തം നോക്കണ്ട, അത് സാരി ആയിട്ടാ നീർത്ത് നോക്ക്. ആ ബാക്കിയെല്ലാം എടുത്ത് നോക്ക്. നിൽക്കും അങ്ങനെ എടുത്തൊക്കെയല്ലേ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതല്ലേണേ. അതും നീ എടുത്തിട്ടു. ആ ഇതാണ് പറഞ്ഞത്. ഞാൻ എത്ര നാളായി ഇങ്ങോട്ട് വരണം. ഇനി നമ്മൾ നേരെ പോകുന്നത് അച്ചുമ്മേൻ്റെ ഷോപ്പിലേക്കാട്ടോ. അച്ചുമ്മേൻ്റെ ഷോപ്പിൽ കുറച്ച് റീൽസ് എടുക്കണം. നമ്മൾ കുറേ ആയി വരണമെന്ന് വിചാരിക്കുന്നത്, ഞങ്ങൾക്ക് വരാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഹാൻഡ് വർക്ക് ചെയ്തതും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനത് വേറെ തന്നെ റീലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണേ. അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് ഇങ്ങനെ കയറുന്നതും ഇതാക്കുന്നതൊക്കെ കാണിച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അവർ ഷോപ്പിൽ എന്തൊക്കെയാണോ അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അവരവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് ഒക്കെ നമുക്ക് കാണാം. എംബ്രോയിഡറിന്റെ സാമ്പിൾ ചെയ്ത് വെച്ചു. അതെ, സ്കേർട്ട് ഇതിന്റെ പണ്ടേ ഉള്ള ഐറ്റം. നീ ഏതോ ഷോന്റെ ചെയ്യുന്നുണ്ട്. ഇല്ല നാളെ ആരാ പറഞ്ഞ സുരഭ്യ പറഞ്ഞു നീ ചെയ്യുന്നുണ്ടോ. നാളെ പോന്നു. ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. എടുത്തോ, നല്ല രസമുണ്ട്. ഇട്ടാലും ഭയങ്കര ഭംഗിയാണ്, പ്രത്യേകിച്ച് നീളം കുറഞ്ഞവർക്ക്. ആ ഇട്ടോ. ആ അത് നിന്റെ എക്സൽ അല്ലേ. തിരിയറാ ബാക്കെല്ലാം ബാക്ക് കാണിക്കാൻ. പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞ കേട്ടാ പറയുമ്പോ. അതെല്ലേ. ഇനിയിപ്പോ നാളെ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോയ ഈ സാധനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ബുക്ക് ചെയ്താൽ 2 ദിവസം കൊണ്ട് കിട്ടും. സാമ്പിൾസ് ആണ് അവിടെ ഉള്ളത്. ബ്ലാക്കും
ക്രിസ്മസിന് ഇറക്കിയത് ഏത്? ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിന് ഇറക്കിയത്. ഇതെത്ര പോയിനടി? നല്ലുണ്ട് ഇത് സാധനം. ബ്ലാക്ക് കുറെ പോയിനി, വൈറ്റും പോയിനി, റെഡ് അങ്ങനെ പോയിട്ട്. ഇതെന്തായാലും എടുക്കാൻ വരാം. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം എന്നോട് ചോദിച്ചോക്കട്ടെ. ഇത് ഞാൻ ഇതൊന്നല്ല കേട്ടോ എടുത്തത്. ഞാനൊരു ബ്ലൂ കളറ് നല്ല രസമുള്ളൊരു സംഭവമാണ്. ഇപ്പം പിന്നെ നമുക്ക് കോട്ടൺ അല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കോട്ടൻ്റെ ഒരു ടൈപ്പ് എടുത്തൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ അശ്വനിനെ എടുക്കുന്നതിന് വീണ്ടും നമ്മൾ ഇവളുടെ അടുത്തേക്കാട്ടോ പോകുന്നത്. സുരഭിൻ്റെ അടുത്തേക്ക് പോകണം. ഇങ്ങനെ സംഭവമൊക്കെ പാക്ക് ചെയ്ത് ഞാൻ മുകളിലേക്കുള്ള ആ ഒരു ചെടി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയലായിരുന്നു. ഞാനത് ഒറിജിനൽ ചെടിയാണെന്ന് വിചാരിച്ച പിന്നെ മനസ്സിലായത് പ്ലാസ്റ്റിക് ആയിരുന്നു. പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ കാണാൻ. ശരിക്കും അത് ഒറിജിനൽ സംഭവം പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ സുരഭിൻ്റെ അടുക്ക പോകണം. സുരഭിൻ്റെ അടുക്കുന്ന പിന്നെ നേരെ വീട്ടിലേക്ക് വിടാം. ബായ് പറഞ്ഞ സുരഭിനോട്. അപ്പൊ കുരവി ബായ്. ഇതാണ് കറി. സമയം കിട്ടുമ്പോ വരാം കേട്ടോ. ശിവസ്കി ശിവസ്കി ശിവ എന്താ ഇത്? എണീക്കടാ. എടാ ഏ കണ്ണ അതിന്റെ ബാക്കിലൊരു ചവിട്ട് കൊടുത്ത